ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 31-ാമത്തെ വചനം. ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണ്. ബൈബിൾ തുറന്നു കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഈ പേരുകളിൽ അറിയപ്പെടാനാണ്. ഞാൻ ഇന്നയാളുടെ അപ്പനാണ് എന്ന് ചില പ്രശസ്തിയുള്ള മക്കളുടെ കുറിച്ച് അപ്പൻ അല്ലെങ്കിൽ അമ്മ പൊതുസമൂഹത്തിൽ പറയാറുണ്ട്. എന്ന് പറയുന്നതുപോലെ തന്നെ ദൈവം ഇവരുടെ ദൈവമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അവരാരാണ്? അബ്രഹാമിൻ്റെ ദൈവമാണ്, ഇസഹാക്കിൻ്റെ ദൈവമാണ്, യാക്കോബിൻ്റെ ദൈവമാണ്. ആരാണ് ഈ അബ്രഹാം? നമുക്കറിയാം, അബ്രഹാത്തെ വിശ്വാസികളുടെ പിതാവ് എന്നാണ് അറിയപ്പെടുക. എന്തായിരുന്നു വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ? മോറിയ മലയിലേക്കാണ് യാത്ര. ബലിപീഠം ഒരുക്കണം, ഒരു ബലിയർപ്പിക്കണം. പതിവ് പോലെ പോയ സ്ഥലങ്ങളിലെല്ലാം ബലിപീഠം പണിത ആളാണ് അബ്രഹാം. ദൈവവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം, ദൈവം ആയിട്ടുള്ള ബന്ധം അബ്രഹാം ഊട്ടിയുറപ്പിച്ചത് ബലിപീഠത്തിലൂടെയാണ്. ചെന്ന സ്ഥലങ്ങളിലൊക്കെ ബലിപീഠത്തിന് സ്ഥലം കണ്ടെത്താനും ബലിപീഠം ഒരുക്കാനും ബലിയർപ്പിക്കാനും ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് അബ്രഹാം. അങ്ങനെ എല്ലായിടത്തും ബലിയർപ്പിച്ച് ദൈവത്തെ സംപ്രീതിപ്പെടുത്തിക്കൊണ്ടിരുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഒരു ബലി ചോദിക്കുകയാണ്. ചോദിക്കാതെ കിട്ടിയ മകനെ തിരിച്ചു കൊടുക്കണം. വാർദ്ധക്യത്തിൽ കിട്ടുമോ എന്ന് സംശയിച്ചിരുന്നപ്പോൾ കിട്ടിയ മകൻ, വാഗ്ദാനപ്രകാരമുള്ള മകൻ, അവനെ തിരിച്ചു കൊടുക്കണം ബലിയായി. തന്നയാൾ ചോദിക്കുമ്പം അബ്രഹാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ ദൃഢതയിൽ മകനെ ഒരുക്കാൻ പറയുകയാണ്. മകനെ ഒരുക്കി, കഴുതിക്ക് ചീനിയിട്ടു, വിറകും കത്തിയുമൊക്കെ എടുത്ത് യാത്ര ആരംഭിക്കും. മകൻ ചോദിക്കുന്നുണ്ട്, അപ്പാ കുഞ്ഞാടെവിടെ? ബലിക്കുള്ള കുഞ്ഞാടെവിടെ? ദൈവം തരും. മോറിയാമലയുടെ പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ വേലക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതിയുമായി ഇവിടെ നിൽക്കുക, ഞാൻ കുട്ടിയുമായി പോയി ബലിയർപ്പിച്ചിട്ട് വരാം. വിറകെടുത്ത് കൊച്ചിൻ്റെ മുകളിൽ ചുമലിൽ വെച്ച് കത്തിയെടുത്ത് നടന്നു നീങ്ങുമ്പം കുട്ടി വീണ്ടും ചോദിക്കുന്നുണ്ട്, അപ്പോൾ കത്തിയുണ്ട്, വിറകുണ്ട്, കുഞ്ഞാടെവിടെ? ദൈവം തരും. മോറിയ മലയുടെ മുകളിലെത്തി ബലിപീഠം ഒരുക്കി, വിറകെടുക്കി. കുട്ടി ദൈവം തരുന്ന കുഞ്ഞാടിന് വേണ്ടി ഇസഹാക്ക് കാത്തിരിക്കുമ്പോൾ ഇസഹാക്ക് അറിയുന്നു താനാണ് കുഞ്ഞാട്. കണ്ണുകെട്ടി കൈകാലുകൾ മകൻ്റെത് ബന്ധിച്ച് ബലിപീഠത്തിൽ കിടത്തി. ജീവനും മരണത്തിനുമിടയിൽ ഇസ്ഹാക്ക് പിടയുകയാണ്. അവിടെ ദൈവം വിശ്വാസത്തെ ഉറപ്പിക്കുകയാണ്. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, നീ ഭൂമിയുടെ കാഴ്ചകൾ കണ്ടിട്ടും ഭൂമിയുടെ ആഘോഷങ്ങളുടെയൊക്കെ കടന്നുപോയിട്ടും ഈ ലോകത്തിൻ്റെ സമ്പത്തും അതിൻ്റെ ഉടമസ്ഥാവകാശവും ഒക്കെ നിൻ്റെ മേലുണ്ടായിട്ടും വാർദ്ധക്യത്തിൽ കിട്ടിയ കുഞ്ഞ് അല്ല വലുത്, കുഞ്ഞിനെ തന്ന ഞാനാണ് വലുതെന്ന് നീ തിരിച്ചറിയുന്നു. അതാണ് നിൻ്റെ വിശ്വാസം, എല്ലാം തന്നവനിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തെ ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. ഇനിമേൽ നീ വിശ്വാസികളുടെ പിതാവാണ്. കെട്ടുകളഴിച്ചു. മുൾപ്പടർപ്പിൽ കൊമ്പുടക്കി കിടക്കുന്ന കുഞ്ഞാടിനെ എടുത്ത് ബലിയർപ്പിച്ചിട്ട് അബ്രഹാമിനും മകനും മോറിയാമലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. അബ്രഹാം ആ സ്ഥലത്തിനിട്ട പേര് യാഹ്വേ ഈരേ. നമുക്കറിയാം, ദൈവം തരും. ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ അങ്ങനെയായി മാറി. നമ്മളും ജീവിതമാകുന്ന മോറിയാമല കയറുകയാണ് കുടുംബമായി. ബലിപീഠം നാം ഒരുക്കണ്ട, ബലിപീഠം ഒരുക്കിയിട്ടുണ്ട്. ബലിപീഠമില്ലാത്തൊരു സ്ഥലവുമില്ല. ബലിയർപ്പിക്കാൻ കുഞ്ഞാടിനെ കരുതണ്ട, കുഞ്ഞാടവിടെ ഉണ്ട്. നമുക്കറിയാം, കർത്താവാണ്. കുടുംബമായിട്ട് ആ ബലിപീഠത്തോട് ചേർന്ന് നിന്നാൽ ദൈവം തരും. ആ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ ഒരു തലമുറയെ വളർത്താൻ നമുക്ക് പറ്റണം. സഭാപിതാവായ മാർ അപ്രയം പറയുന്നുണ്ടല്ലോ, അടുക്കളയിൽ നീ തീ കൂട്ടും മുമ്പ് അൾത്താരയിൽ നിന്ന് നീ തീ കൊണ്ടുവരണം. അത് നിൻ്റെ ദിവസത്തിൻ്റെ അഗ്നി ആരംഭിക്കേണ്ടത് ബലിപീഠത്തിൽ നിന്നാണ്, അൾത്താരയിൽ നിന്നാണ്. അങ്ങനെയായിരുന്നു വിശ്വാസത്തിൻ്റെ പിതാക്കന്മാർ നമ്മളെ നയിച്ചത്. അപ്പം ദൈവം തരുന്നതിന് വേണ്ടി, ദൈവം തരുന്ന ഏറ്റവും നല്ലത് തരുന്ന ബലിപീഠത്തിലേക്ക് എൻ്റെ തലമുറയുമായി എൻ്റെ കുടുംബവുമായി ചേർന്ന് നിൽക്കാനുള്ളൊരു ആർജവം, ഒരു മനസ്സ്. അബ്രഹാത്തിൻ്റെ ദൈവമെന്നറിയുന്നതിൽ ദൈവം അഭിമാനം കൊള്ളുന്നു. അർത്ഥമിതാണ്, അബ്രഹാത്തിൻ്റെ ദൈവം എന്ന് വെച്ചാൽ അനുസരിക്കുന്നവൻ്റെ ദൈവം. ദൈവം ചോദിച്ചാൽ, ദൈവം പറഞ്ഞാൽ, പറഞ്ഞത് ദൈവമാണ്, ചോദിച്ചത് ദൈവമാണ്, രണ്ടിലൊന്ന് ചിന്തിക്കാതെ അനുസരിക്കുന്നവൻ്റെ ദൈവം.
അബ്രഹാമിൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവമെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ദൈവം പറയുന്നു. ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ മകൻ ഇന്നയാളാണ്, ഇന്ന മകൻ്റെ അപ്പനാണ് ഞാൻ, ഇന്ന മകളുടെ അമ്മയാണ് ഞാൻ, അല്ലെ ഇന്ന മകൻ്റെ അപ്പനാണ് ഞാൻ, മാതാപിതാക്കളാണ് ഞാൻ എന്ന് മാതാപിതാക്കൾ പറയാൻ, സുഹൃതങ്ങൾ ചെയ്ത മക്കളെക്കുറിച്ച്, ജീവിത വിജയം നേടിയ മക്കളെക്കുറിച്ച് അവൻ്റെ അപ്പനും അമ്മയും ആരെന്ന് ആദ്യം ചോദിക്കും ചെല്ലുന്നവർ. എന്ന് പറയുന്നത് പോലെ ദൈവം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അനുസരിക്കുന്നവരുടെ ദൈവമാണ്, അബ്രഹാമിൻ്റെ ദൈവമാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ ദൈവമെന്ന് വെച്ചാൽ അനുസരിക്കുന്നവരുടെ ദൈവം. നമുക്ക് ദൈവത്തെ അനുസരിക്കാം. ദൈവം നമ്മളിലൂടെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പിതാവാണെന്ന് ദൈവം വിളംബരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 2, ഇസഹാക്കിൻ്റെ ദൈവം. ഇസഹാക്കാരാണ് നമുക്കറിയാം. ബലിപീഠത്തിൽ കിടക്കുന്ന ആ നിമിഷം സ്വന്തം അപ്പനാണ് കണ്ണുകെട്ടി കാലുകൾ ബന്ധിച്ച് ബലിപീഠത്തിൽ കിടത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ഈ കൊച്ചിത് കാണുന്നുണ്ട്. അപ്പൻ്റെ കൂടെ പോയി ബലി അർപ്പിച്ചിട്ടുള്ള കുഞ്ഞാണ്. അന്ന് കുഞ്ഞാടിനെ കൈയും കാലും കെട്ടുന്നതും കുഞ്ഞാടിൻ്റെ കഴുത്ത് മുറിക്കുന്നതും ഒക്കെ ഈ കൊച്ചു കണ്ടിട്ടുള്ളതാണ്. അത് തന്നെ ചെയ്യാൻ പോകുന്നു. ജീവനും മരണത്തിനുമിടയിൽ നിശബ്ദനായി കിടക്കുന്ന കുഞ്ഞ് അപ്പൻ പഠിപ്പിച്ച അപ്പൻ്റെ ദൈവത്തെ വിളിക്കുന്നുണ്ട്. ഹൃദയത്തിൽ നിന്ന് പൊട്ടി വിളിക്കുന്നുണ്ട്. ദൈവം നിലവിളി കേട്ടു, തക്ക സമയത്ത് ഇടപെട്ടു. ഇസ്ഹാക്കിൻ്റെ ദൈവം എന്ന് വെച്ചാൽ തക്ക സമയത്ത് ഇടപെടുന്ന ദൈവം. നാം ഇസ്ഹാക്കിൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പലതും എടുത്തു മാറ്റപ്പെടുന്നു, പലതും അവസാനിക്കുന്നു, എല്ലാം തീരാൻ പോകുന്നു, ഇനി മുന്നോട്ടൊരു സാധ്യതയില്ല. ദൈവം എന്തിന് എന്നോടിങ്ങനെ പെരുമാറുന്നു? ദൈവം എന്തിന് ഞങ്ങളെ പരീക്ഷിക്കുന്നു? ഞങ്ങൾ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്നവരല്ലേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, ഞങ്ങളുടെ വിശ്വാസം എന്തിന് ദൈവം പരീക്ഷിക്കുന്നു? ഇതിൽ കൂടുതൽ എന്ത് ബലിയാണ് ഇനി ഞങ്ങൾ അർപ്പിക്കാനുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ വേദനയുടെ പാരമ്യതയിൽ ചോദിച്ചു പോകും. ഉണ്ട് ചില ജീവിതത്തിൽ സംഭവിച്ച ചില ദുരന്തങ്ങൾ, ചില വ്യക്തികളിലും ചില കുടുംബങ്ങളിലുമൊക്കെ ഉണ്ടായ ചില ദുരന്തങ്ങളുടെ പെരുമഴയ്ക്ക് മുമ്പിൽ നമ്മൾ പോലും കൈകുപ്പി ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും ധ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവിടെ ദൈവം പറയുന്നു, ഞാൻ ഇസഹാക്കിൻ്റെ ദൈവമാണ്, ഞാൻ തക്ക സമയത്ത് ഇടപെടുന്ന ദൈവമാണ്. 3, യാക്കോബിൻ്റെ ദൈവമാണ്. ആരാണ് യാക്കോബ്? യാക്കോബ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെ പിതാക്കന്മാരിൽ അത്ര മെച്ചമൊന്നുമല്ലായിരുന്നു യാക്കോബ്. കുറവുള്ളവനായിരുന്നു യാക്കോബ്. തുടക്കം തന്നെ പ്രതിസന്ധിയിലാണ്. ജ്യേഷ്ഠൻ്റെ കാലെ പിടിച്ചിറങ്ങി വരുന്നു അമ്മയുടെ ഉദരത്തിൽ നിന്ന്. അവിടെ ഒരു പിടിവലി തുടങ്ങുന്നുണ്ട്. വീണ്ടും ഒരു പാത്രം പാൽപ്പായസത്തിന് വേണ്ടി വിശന്നു വരുന്ന ചേട്ടന് ചോദിച്ചപ്പം അതിനു പകരമായി കടിഞ്ഞൂലവകാശം വാങ്ങിയെടുത്ത യാക്കോബ് കുറവുകളുള്ളയാളാ, തന്ത്രശാലിയാ. സ്വന്തം ചേട്ടൻ വിശന്നു വരുന്നു, ചേട്ടനാണ് കഷ്ടപ്പെടുന്നത്. അനിയൻ അമ്മയെ ചുറ്റിപ്പറ്റി അടുക്കള വഴി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. പക്ഷേ ചേട്ടൻ്റെ കഷ്ടപ്പാടുകൾ അറിയാം, കുടുംബത്തിന് വേണ്ടി ചേട്ടനാണ് കഷ്ടപ്പെടുന്നതെന്ന് ഇവൻ അറിയാമെങ്കിൽ പോലും അമ്മയുണ്ടാക്കിയ പാൽപ്പായസം അല്ലെങ്കിൽ വീട്ടിൽ നിന്നുണ്ടാക്കിയ പാൽപ്പായസം അതിൻ്റെ പങ്ക് ചേട്ടൻ ചോദിക്കുമ്പം അതിനു വേണ്ടി ചേട്ടൻ ഏറ്റവും അവകാശപ്പെട്ടത് വേണമെന്ന് പറയുകയാണ്. യാക്കോബ് കുറവുകളുള്ളവനായി മാറുന്നു. അതിനുശേഷം ചേട്ടനിൽ നിന്ന് കിട്ടിയാൽ മാത്രം പോരാ, അപ്പനിൽ നിന്ന് അത് കൈവപ്പായി കിട്ടണം. അതിനുവേണ്ടി ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 27-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അനുഗ്രഹം മേടിച്ചെടുക്കുന്ന വഴി അതത്ര നല്ല വഴിയൊന്നുമല്ല. ഒരു ഫാൻസി ഡ്രസ് പോലെ വേഷപ്രച്ഛന്നനായി ചെല്ലുന്നു. അമ്മയുടെ ഒരു റോൾ അതിനകത്തുണ്ട്. മക്കളെ ഒരുപോലെ കാണേണ്ട അമ്മ. ഇനി അപ്പനും മക്കളുമായിട്ട് എന്തെങ്കിലും ഇടർച്ചകളുണ്ടെങ്കിൽ അതിനിടയിൽ മധ്യസ്ഥമായിട്ട് നിൽക്കുന്ന അമ്മ. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരമ്മയ്ക്ക് പകരമായിട്ട് ഈ അമ്മ ഒരു ഭാഗം പിടിക്കുന്നുണ്ട്. അവിടെയാണ് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. ചേട്ടൻ്റെ അധികാരം, ചേട്ടന് അനുഗ്രഹം കൊടുക്കാൻ പോവുകയാണ്. അതിനൊരു തന്ത്രം. ചേട്ടൻ കാട്ടുമാംസം ഉണ്ടാക്കാൻ പോവുകയാണ്, നായാട്ടിന് പോവുകയാണ്. ആ ഗ്യാപ്പിൽ കാട്ടുമാംസത്തിന് പകരം ആട്ടുംകുഞ്ഞിനെ കൊന്ന്, ഏറ്റവും നല്ല ആട്ടുംകുഞ്ഞിനെ കൊന്ന് പാകം ചെയ്ത് അപ്പന് കൊടുക്കുന്നു. അപ്പനത് ഭക്ഷിക്കുന്നു. ഇവിടെ വേറൊരു പ്രശ്നവും കിടപ്പുണ്ട്. അപ്പൻ്റെ മാംസത്തോടും ഭക്ഷണത്തോടുമുള്ള ഒരു കൊതി. അതെ, ചില ആസക്തികൾ ഒരു പരിധിവരെ അനുഗ്രഹം അതിൻ്റെ ന്യായയുക്തമായി തലമുറകളിലേക്ക് പങ്കുവെക്കാൻ തടസ്സപ്പെട്ടിട്ടുണ്ടോ എവിടെയെങ്കിലുമൊക്കെ? ചില താല്പര്യങ്ങൾ, ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഭക്ഷണത്തോടാകാം, മദ്യത്തോടാകാം. യാക്കോബ് പാചകം ചെയ്ത ഭക്ഷണം, ഇറച്ചിയും വീഞ്ഞും കൊണ്ട കൊടുത്തു, അപ്പനെ കുടിപ്പിച്ചു, ഭക്ഷണം കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പം ശബ്ദം യാക്കോബിൻ്റെത്,
ശരീരം ഏസാവിൻ്റെത്. അനുഗ്രഹം വെച്ചു കൊടുത്തു. പക്ഷേ യാക്കോബ് അലഞ്ഞു തിരിയുകയാണ്. നമുക്കറിയാം, ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ കാണുന്നു, വെട്ടിപ്പിടിച്ചതൊന്നും നിലനിൽക്കുന്നില്ല, അലഞ്ഞു തിരിയേണ്ടി വരുന്നു. സഹോദരന്മാർ തമ്മിലുള്ള ശത്രുത കൂടുന്നു. അമ്മയുടെ റോള്, അമ്മയ്ക്ക് രണ്ടുപേരെയും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. രണ്ടുപേരെയും നഷ്ടപ്പെടാതിരിക്കാൻ അമ്മ അടുത്തത് ചെയ്യേണ്ടി വരുന്നു. ഒരാളെ ഒഴിവാക്കേണ്ടി വരുന്നു. കൂടുതൽ സ്നേഹിക്കുന്നവനെ ഒഴിവാക്കേണ്ടി തന്നെ വരുന്നു. വിശുദ്ധ യാക്കോബ് ശ്രീയുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ, 1-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം അതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 13 മുതലുള്ള വചനങ്ങൾ, പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത്. അമ്മയിൽ ഉണ്ടായൊരു ദുർമോഹം ഇളയ മകനിലേക്ക് അത് പങ്കുവെക്കപ്പെടുന്നു. അവസാനം മരണകരമായൊരു ജീവിതത്തിലേക്ക് സഹോദരങ്ങൾ നീങ്ങേണ്ടി വരുന്നു. യാക്കോബിൻ്റെ ദൈവം എന്ന് വെച്ചാൽ കുറവുകളുള്ളവരുടെ ദൈവം. ആ യാക്കോബിൻ്റെ പേരിൽ അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ അബ്രഹാമിൻ്റെ ദൈവമെന്ന് പറയുമ്പം അനുസരിക്കുന്നവരുടെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവമെന്ന് പറയുമ്പം തക്ക സമയത്ത് ഇടപെടുന്ന ദൈവം, യാക്കോബിൻ്റെ ദൈവമെന്ന് പറയുമ്പോൾ കുറവുകളുള്ളവരുടെ ദൈവം, പാപിയെ തേടി വരുന്ന ദൈവം. അപ്പോൾ ദൈവം എല്ലാ തലത്തിലും എല്ലാവരെയും സ്വീകരിക്കാൻ തയ്യാറാണ്. അനുസരിക്കുന്നവരെ ദൈവം കടാക്ഷിക്കുന്നു, അവരെ ചേർത്ത് പിടിക്കുന്നു, അവരെ അംഗീകരിക്കുന്നു, അവരെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നു. അവർ ശൂന്യതയിലേക്കാണ് പോകുന്നതെങ്കിലും വിട്ടുകൊടുത്തിട്ട് അബ്രഹാം പോകുന്ന ചരിത്രം നമുക്കറിയാം. ദൈവം പറഞ്ഞു, വിട്ടുകൊടുക്കുക, നീ ശൂന്യതയിലേക്ക് നടക്കുക. ദൈവം പറയുന്നത് കേട്ടവൻ ശൂന്യതയിലേക്ക് നടന്നു. അത് അനുഗ്രഹമായി മാറി. ആ ശൂന്യതയാണ് അനുഗ്രഹമായി മാറുന്നത്. വെട്ടിപ്പിടിച്ചവൻ കെട്ടുപോകുന്നത് നമ്മൾ കാണുന്നു. അബ്രഹാമിൻ്റെയും അനിയൻ്റെയും സഹോദരൻ്റെയും ചരിത്രം അതാണല്ലോ. അപ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നത് വിട്ടുകൊടുക്കുന്നവരാണ്. കത്തിത്തീരുന്നതും കെട്ടുപോകുന്നതും വെട്ടിപ്പിടിക്കുന്നവരുടേതാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ ദൈവം അനുസരിക്കുന്നവൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം എത്ര മരണകരമായ ജീവിത അനുഭവങ്ങൾ വന്നാലും തക്ക സമയത്ത് ഇടപെടും. ആ ഒരു വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നമുക്ക് വളരാൻ പറ്റണം. യാക്കോബിൻ്റെ ദൈവം എനിക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ദൈവം എൻ്റെ കുറവുകളെ ശിക്ഷിക്കുന്നൊരു ദൈവമല്ല. ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ കുറവുകളോടുകൂടി, എൻ്റെ ബലഹീനതകളോടുകൂടി എന്നെ സ്വീകരിക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് ആരാധിക്കാൻ പറ്റണം. ആ ഒരു മനോഭാവത്തോടുകൂടി ജീവിതമാകുന്ന മോറിയ മല നമ്മൾ കയറണം. കുടുംബമായിട്ട് ഒന്നിച്ച് കയറണം. അബ്രഹാമിൻ്റെ ദൈവമേ, അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ പറയുമ്പം, ഈ ദൈവത്തെ നമ്മൾ നമ്മുടേതായി സ്വീകരിക്കുമ്പം അനുസരിക്കുന്നവരായി, പ്രത്യാശയുള്ളവരായി, നമ്മുടെ കുറവുകളിൽ നമ്മളെ സ്വീകരിക്കുന്ന ഒരു ദൈവത്തെ അനുഭവിക്കാൻ പറ്റുമ്പോഴാണ് നമ്മുടെ ബലി പൂർണ്ണമാകുക, നമ്മുടെ ജീവിത ബലി പൂർണ്ണമാകുക. അല്ല എങ്കിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ പറ്റാതെ സ്വാർത്ഥതയുടെ ഒരു തലങ്ങളിലൂടെ കടന്നുപോയി ജീവിതം ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു പോകും. അവിടെ നമുക്ക് പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ദൈവഹിതമെന്നിലൂടെ പൂർത്തിയാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന് മുമ്പിൽ ആ സുരക്ഷിതത്വം, ആ ദൈവഹിതത്തിന് കീഴടങ്ങുമ്പോൾ അതിന് സംരക്ഷണമായി നിന്ന വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. നീതിമാനായ വിശുദ്ധ യോസേപ്പ്, ദൈവത്തോടും മനുഷ്യരോടും ഒരേ സമയം നീതിമാനായിരുന്ന വിശുദ്ധ യോസേപ്പ് പിതാവ്. മാതാവിന് മുമ്പിൽ മാലാഹ ഒരു തവണ പ്രത്യക്ഷപ്പെടുമ്പോൾ ജോസഫിന് മുമ്പിൽ 3 തവണ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 4 തവണ, 3 തവണ പ്രത്യക്ഷപ്പെടുകയും 4-ാം തവണ ഒരു ദർശനം കൂടി കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബം പുതിയ ഇസ്രായേൽ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുവാനും, തിരുക്കുടുംബ ചൈതന്യത്തിൽ വളരുവാനും, ബലിയർപ്പിക്കുന്ന, ബലിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്കാരത്തിൽ വളരുവാനും നമുക്ക് കഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറകൾ ചെതറിപ്പോകാതിരിക്കാൻ തലമുറകളെ ചേർത്ത് പിടിക്കുന്ന മാതൃത്വം. അപ്പോൾ പഴയ നിയമ പശ്ചാത്തലത്തിൽ ഇടർച്ചയുടെ കഥകൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാം അനുസരിക്കുന്നവനായിട്ടും
ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായി, ദൈവം ഇടപെട്ടു തക്ക സമയത്ത്. പക്ഷേ യാക്കോബിൻ്റെ തലങ്ങളിലേക്ക് വരുമ്പോൾ ഇടർച്ചകൾ ഉണ്ടാകുകയാണ്. പക്ഷേ അബ്രഹാമിൻ്റെ ആ കൃപ ഇസ്ഹാക്കിലൂടെ യാക്കോബിലേക്കും ഏസാവിലേക്കും പങ്കുവെക്കപ്പെടുന്നുണ്ട്. ഈ പ്രതിസന്ധിയിൽ സഹോദരങ്ങൾ തമ്മിൽ ബദ്ധവൈരികളായി മാറുന്നു. അമ്മയുടെ ഒരു പക്ഷം പിടിക്കൽ നിന്നാണ്, ഇളയ മകനോടുള്ള കൂടുതൽ സ്നേഹത്തിൽ നിന്നാണ് ഈ സഹോദരങ്ങൾ തമ്മിൽ രണ്ടാകുന്നത്. അപ്പനൊരു പക്ഷേ കണ്ണു കാണാൻ മേലാത്ത അവസ്ഥയിൽ നിസ്സഹായനായിരിക്കുകയാണ്. ഇന്ന് പല അവസ്ഥകളിലും ചിലപ്പോഴൊക്കെയിലുമൊക്കെ അപ്പന്മാർ അന്ധരായി പോകാറുണ്ട്, നിസ്സഹായരായിരിക്കുന്നത് കാണാറുണ്ട്. അവിടെ ചില കാര്യങ്ങളുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചില കുടുംബങ്ങളിലുണ്ടാകുന്ന ചില സംഭവങ്ങൾ അപ്പന്മാർ ഒരു വാക്കുപോലും പറയാത്ത അവസ്ഥയിൽ അന്ധരായിരിക്കേണ്ടി വരുന്നു. അവിടെ അമ്മയും മക്കളും ഒന്നിച്ചെടുക്കുന്ന ചില തീരുമാനങ്ങൾ ചില കലഹങ്ങളിലേക്ക് പോകുന്നു, ചില സ്വാർത്ഥതകളായി മാറുന്നു. സഹോദരങ്ങൾ തമ്മിൽ ഒരു മനസ്സോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നു. പക്ഷേ അബ്രഹാമിൻ്റെ ദൈവം കൃപയായി ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, യാക്കോബ് സഹോദരനെ കാണാൻ പോകുന്ന രംഗം. ഏസാവിനെ അവകാശം വാങ്ങിയെടുത്തു, കൂടാതെ സമ്പത്തിൻ്റെ മേഖല മുഴുവൻ മേടിച്ചെടുത്തു. എല്ലാം നഷ്ടപ്പെട്ട ഏസാവിൻ്റെ മുമ്പിലേക്ക് യാക്കോബ് ചെല്ലുമ്പം ഏസാവിന് ക്ഷമിക്കാനുള്ളൊരു കൃപ ദൈവം കൊടുക്കുന്നുണ്ട്. അത് വലിയ പിതാവായ അബ്രഹാമിൻ്റെ ദൈവത്തോടുള്ള അനുസരണയിൽ നിന്ന് പുറപ്പെട്ടതാണ്. ദൈവം കൃപാലുവാണ്. ദൈവം തലമുറകളെ അനുഗ്രഹിക്കുന്നവനാണ്. മാതാപിതാക്കന്മാരുടെ സുഹൃതങ്ങൾ തലമുറകളിൽ അപജയം ഉണ്ടായാൽ പോലും ദൈവം അത് പരിഹാരം കണ്ടെത്തും. ഏസാവിനെ ക്ഷമിക്കാനുള്ളൊരു കൃപ ദൈവം കൊടുക്കുകയാണ്. യാക്കോബ് കയറി വരുമ്പോൾ എന്ത് ശിക്ഷയും വാങ്ങാൻ തയ്യാറായിട്ടാണ് വരുന്നത്. എന്തായിരിക്കും പ്രതികരണം? ഭയന്നാണ് വരുന്നത്. ഭയമുണ്ട്, നിരാശയുണ്ട്, കുറ്റബോധമുണ്ട്, വഞ്ചിച്ചതിൻ്റെ അസ്വസ്ഥതകളെല്ലാം ഉണ്ട്. പക്ഷേ ജ്യേഷ്ഠൻ്റെ മുഖത്തേക്ക് നോക്കുമ്പം ജ്യേഷ്ഠൻ അനിയനെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പം യാക്കോബ് പറയുന്നൊരു വചനമുണ്ടല്ലോ, നിൻ്റെ മുഖം ഇപ്പോൾ ദൈവത്തിൻ്റെ മുഖം പോലെയാണ്. അതെ, ക്ഷമിച്ചവൻ്റെ മുഖം, ക്ഷമ കൊടുത്തവൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖമായി മാറുന്നു. അത് കാൽവരി കുരിശിൽ കിടക്കുന്ന കർത്താവിൻ്റെ മുഖം തന്നെയാണത്. ക്ഷമ കൊടുത്തവൻ്റെ മുഖമായി മാറുന്നു ജ്യേഷ്ഠൻ്റെ മുഖം. ഇത് വന്നത് എവിടുന്നാണ്? ആ കുടുംബം ഒരുപക്ഷെ പൂർണ്ണമായി ചിതറപ്പെടാതെ, രണ്ടു മക്കളും നഷ്ടപ്പെട്ടു പോകാതെ, തലമുറകളിലേക്ക് കലാപം പടർന്നു പോകാതിരിക്കാൻ കാരണം അബ്രഹാമിൻ്റെ ബലിപീഠവും അബ്രഹാമിൻ്റെ അനുസരണയും ദൈവത്തിനു മുമ്പുള്ള വിധേയത്വവുമാണ്. അപ്പം നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന അനുസരണ, നമ്മൾ കാണിക്കുന്ന ദൈവത്തോടുള്ള വിധേയത്വം നമ്മൾ ബലിപീഠത്തിലേക്കൊക്കെ നടക്കുന്നത് ഏതെങ്കിലും കുടുംബത്തിൽ നമ്മുടെ തലമുറകളിൽ അന്തഛിദ്രമുണ്ടെങ്കിൽ അത് പരസ്പരം ക്ഷമിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനുള്ളൊരു കൃപ നമ്മുടെ തലമുറകൾക്ക് കിട്ടും. വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൃപയുടെ നിറമാണ് നമ്മൾ കാണുന്നത്. അവിടെ നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ അനുഭവം നമുക്കറിയാം. അവരുടെ ജീവിതത്തിൽ കൃപയുടെ നിറമുണ്ടായിട്ട് പോലും അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. തിരുക്കുടുംബത്തിൽ 12 വയസ്സിൽ ഈശോയെ കാണാതെ പോകുന്നു. ജെറുസലേം ദേവാലയത്തിൽ വെച്ച് മക്കൾ നഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും ചിലത് ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ അറിയുന്നത്. അല്ല, നഷ്ടപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും ഇത് ഇന്നലെ തുടങ്ങിയതല്ല, ഇന്നലെയോ തുടങ്ങിയതല്ല, കുറേ നാളുകൾക്ക് മുമ്പ് തുടങ്ങിയതാണെന്ന് തിരിച്ചറിയുക. കൂടെ വസിക്കുന്നവരുടെ അവസ്ഥകൾ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. പക്ഷേ ഈശോയെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് ഒരുറപ്പുണ്ടായിരുന്നു, തങ്ങളുടെ മകൻ ദേവാലയത്തിൽ കാണും, തങ്ങൾ വളർത്തിയ മകൻ ദേവാലയത്തിൽ കാണും. 1. 2, കുഞ്ഞിനെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ദേവാലയത്തിൽ നിന്ന് അകന്നുപോയോ അത്രത്തോളം ദേവാലയത്തോട് തിരിച്ചു നടക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ കൈമോശം വന്നു പോയിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നതായി തോന്നുന്നെങ്കിൽ ആത്മപരിശോധന ചെയ്യുക. എത്രത്തോളം നമ്മൾ ദേവാലയത്തിൽ നിന്ന് അകന്നുപോയി, അത്രത്തോളം ദേവാലയത്തോട് അടുത്ത് നിൽക്കാനുള്ളൊരു കൃപ നമുക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വീണ്ടും അവർ ചിന്തിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ദേവാലയത്തിലെത്തിയപ്പോൾ കാണുക, ആരുമായിട്ടായിരുന്നു? തങ്ങൾ വളർത്തിയ മകൻ്റെ കൂട്ടുകെട്ട്. വേദശാസ്ത്രികൾ, ദൈവിക കാര്യങ്ങളിൽ വ്യക്തതയുള്ളവർ. നഷ്ടപ്പെട്ടു പോയ കുട്ടികളെ തിരിച്ചു പിടിക്കാൻ പോയി
കിട്ടിയ വഴികൾ നമ്മൾ കേൾക്കുന്നുണ്ട് പലയിടത്തും. അതുപോലല്ല, അവർ ചിന്തിച്ചതുപോലെ തന്നെ ദേവാലയത്തിൽ അവനുണ്ട്. വേദശാസ്ത്രികൾ, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയുള്ള മനുഷ്യർ. നമുക്ക് ഒരു ഉറപ്പുണ്ടാകണം. ഒന്ന്, നമ്മുടെ തലമുറകളെ പല നിർദ്ദേശങ്ങളും കൊടുത്ത് നമ്മൾ വിടുമ്പോൾ, യാത്ര വിടുമ്പോഴും, ചെറിയ യാത്രയാണെങ്കിലും വലിയ യാത്രയാണെങ്കിലും, എവിടെയെങ്കിലുമൊക്കെ വഴിതെറ്റലുകൾ ഉണ്ടായാൽ, എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെടലുകൾ ഉണ്ടായാൽ, തിരിച്ച് പള്ളിയിലോട്ട് കയറാനുള്ള ഒരു കൃപ നമ്മുടെ തലമുറയ്ക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ട്, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയുള്ള മനുഷ്യരുമായി നമ്മുടെ മക്കൾക്ക് ബന്ധമുണ്ടാകാൻ പ്രാർത്ഥിക്കണം. അവരെ ചതിക്കാത്ത, വഞ്ചിക്കാത്ത, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയുള്ള മനുഷ്യർ എക്കാലത്തും ഉണ്ട്. സ്വാർത്ഥപരമല്ലാതെ ചിന്തിക്കുന്നവർ, അത് ഗുരുക്കന്മാരുണ്ട്. സമൂഹത്തിൽ നല്ല നല്ല ഗുണകാംക്ഷികളുണ്ട്. പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നമ്മുടെ തലമുറയൊക്കെ ബന്ധപ്പെടുന്ന മേഖലകളിൽ നമുക്കറിയാം, ജ്ഞാനവചസ്സുകളുള്ള വ്യക്തികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതെല്ലാ വിശ്വാസ സമൂഹങ്ങളിലുമുണ്ട്. ജ്ഞാനവചസ്സുകളുള്ള മനുഷ്യർ, ജ്ഞാനമുള്ള മനുഷ്യർ, ജീവിതത്തിൽ ഉൾക്കാഴ്ചകളുള്ളവർ, ദർശനങ്ങളുള്ളവർ, പകയും വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്താതെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ക്ഷമയുടെയും ഒക്കെ നല്ല പാഠങ്ങൾ ഒരു തലമുറയെ പഠിപ്പിക്കാൻ ജീവിതം മാറ്റിവെച്ച നല്ല വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, പൊതുസമൂഹത്തിലുണ്ട്. അവരുമായിട്ടൊക്കെയുള്ള സംസർഗങ്ങൾ നമ്മുടെ തലമുറകൾക്കുണ്ടാകണം. ചെറിയ ലോകത്ത് ചെറിയ ബന്ധങ്ങൾ, അവരുടേതായ സ്വകാര്യതകൾ, അതിനപ്പുറത്തേക്ക് വലിയ ലോകത്തെ നല്ല വലിയ ബന്ധങ്ങളിലേക്ക് നമ്മുടെ തലമുറയെ നയിക്കാൻ നമുക്ക് പറ്റണം. അവിടെ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു വരും. പിന്നീട് അവൻ മാതാപിതാക്കൾക്കൊപ്പം പുറപ്പെട്ടു, അവർക്ക് വിധേയനായി ജീവിച്ചു. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ, ദൈവസന്നിധിയിൽ നിന്നതിനെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കും. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രിയപ്പെട്ടവരായി വളരും. ഒരു ഉറപ്പുണ്ടാകണം, പ്രായം കൂടുന്നതനുസരിച്ച് ജ്ഞാനമുള്ള കുഞ്ഞുങ്ങളായി നമ്മുടെ തലമുറയെ വളർത്താൻ പറ്റണം. അതിനുവേണ്ടി ഓരോ പ്രായം കൂടുന്നതനുസരിച്ചും അവർ പോകുന്ന വഴികളിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജ്ഞാനമുള്ള, ദൈവിക ജ്ഞാനമുള്ള, പാകതയും പക്വതയുമുള്ള നല്ല വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുമായിട്ടുള്ള സംസർഗം, അത് ഫേസ്ബുക്കാണെങ്കിലും സൗഹൃദ കൂട്ടായ്മകളാണെങ്കിലും, അവിടെയൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളാണെങ്കിലും നല്ല നല്ല ഗ്രൂപ്പുകളുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ തലമുറ നമ്മളെയൊക്കെ വളരെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുമുണ്ട്. ഉത്കൃഷ്ടമായ നല്ല ചിന്തകളുമായി നമ്മുടെ തലമുറ സംവദിക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ. അങ്ങനെ നല്ല ചിന്തകളും നല്ല ദർശനങ്ങളുമുള്ള വ്യക്തിത്വങ്ങളുമായി നമ്മുടെ തലമുറ ഇടപഴകാനും, അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും പ്രിയപ്പെട്ടവരായി, ലോകത്തിനും മനുഷ്യർക്കും പ്രിയപ്പെട്ടവരായി, ദൈവത്തിനും ലോകത്തിനും പ്രിയപ്പെട്ടവരായി, കുടുംബത്തിനും സമൂഹത്തിനും പ്രിയപ്പെട്ടവരായി ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. അതിൻ്റെ ചൈതന്യം അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം നമുക്ക് തരട്ടെ. തിരുക്കുടുംബം ഒരു പൂർണ്ണതയുള്ള പ്രതിരൂപമായി, കുടുംബമായി നമ്മുടെ മുമ്പിൽ നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു.